2021 പുറത്തിറങ്ങിയ ലാൽ ജോസ് സുരേഷ് ഗോപി കൂട്ടുകെട്ടിലെ മനോഹര ചിത്രം രണ്ടാം ഭാവം. ഈ ചിത്രം അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ടെലിവിഷനിൽ കണ്ടവരൊക്കെ ഒരു മികച്ച സിനിമയെന്ന് വിലയിരുത്തിയ ചിത്രമായിരുന്നു ഇത്. ഇതിൻ്റെ പാട്ടുവഴിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. പാട്ടെഴുത്തിനിടെ ഒരിക്കൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലാത്ത ആളുകളാണ് വിദ്യാസാഗറും ഗിരീഷ് പുത്തഞ്ചേരിയും. അവരുടെ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റുമായിരുന്നു. പക്ഷേ ഈ പാട്ടിന്റെ കാര്യത്തിൽ ചെറിയ തർക്കം ഇരുവരും തമ്മിലുണ്ടായി. വിദ്യാസാഗർ ഉണ്ടാക്കിയ മനോഹര ഈണത്തിന് ചേർന്ന് നിൽക്കുന്ന വരികളായിരുന്നില്ല ആദ്യം ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത്. പദം പറഞ്ഞുള്ള ഒരു വേദന നിറഞ്ഞ വരികളാണ് ഗിരീഷ് പുത്തഞ്ചേരി അന്ന് എഴുതിയത്. ലാൽ ജോസിനും അത് അത്ര ഇഷ്ടമായില്ല. വിദ്യാസാഗറും ഗിരീഷ് പുത്തഞ്ചേരിയും തമ്മിൽ അതിനെ ചൊല്ലി ചെറിയൊരു തർക്കമുണ്ടായി. ഈ ട്യൂണിന് ഈ വരികളാണ് തനിക്ക് ഉത്തമമെന്ന് തോന്നുന്നതെന്ന് ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞു. ഗിരീഷ് അത് എഴുതി വന്നപ്പോൾ ഒരു ഭയങ്കര നിലവിളിപ്പാട്ടായിപ്പോയി. ഒരു സങ്കടപ്പാട്ട് അല്ല വേണ്ടത്, ഇത് ഭയങ്കര സങ്കടപ്പാട്ടായിപ്പോയി. അത് ഗിരീഷിൻ്റെ ഈഗോനെ ഭയങ്കരമായിട്ട് ആർട്ട് ചെയ്ത് ഗിരീഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു അത് ഈ ട്യൂണിൽ എനിക്ക് സങ്കടപ്പാട്ടേ വരണുള്ളൂ. കാര്യങ്ങൾ എത്ര പന്തിയല്ലെന്ന് തിരിച്ചറിഞ്ഞ ലാൽ ജോസ് ഗിരീഷ് പുത്തഞ്ചേരിയും കൊണ്ട് വിദ്യാസാഗറിന്റെ സ്റ്റുഡിയോ ആയ വർഷവല്ലകിക്ക് പുറത്തേക്ക് ഇറങ്ങി. അനക്ക് എന്താ വേണ്ടതെന്ന് ഗിരീഷ് പുത്തഞ്ചേരി പുറത്ത് വെച്ച് ലാൽ ജോസിനോട് ചോദിച്ചു. ലാൽ ജോസ് ഒരിക്കൽ കൂടി ആ സിനിമയുടെ പശ്ചാത്തലം എന്താണ്, സന്ദർഭം എന്താണെന്ന് ഗിരീഷ് പുത്തഞ്ചേരിക്ക് വിശദീകരിച്ച് നൽകി. തൻ്റെ കാമുകനെ മറ്റൊരാൾക്ക് വിട്ടു നൽകുകയാണ്. ആ കാമുകിക്ക് സങ്കടമോ വേദനയോ ഒന്നും അല്ല ഉള്ളത്, അവർക്കൊരു മിസ്സിംഗ് ആണുള്ളത്, ഒരു നഷ്ടബോധമാണുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരി ഉടനെ മിസ്സിംഗ് എന്നൊരു പാട്ടുണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. ലാൽ ജോസ് പിന്നെയും വിശദീകരിച്ചു. മറന്നാലും മറക്കാൻ കഴിയാത്ത ഒരാൾ, അങ്ങനെയായിരിക്കണം ഈ പാട്ടിൻ്റെ രീതി. ഉടനെ തന്നെ വർഷവല്ലകിയിലേക്ക് തിരികെ എത്തിയ ഗിരീഷ് പുത്തഞ്ചേരി അവിടുത്തെ ബിൽ ബുക്കിൽ ഇങ്ങനെ എഴുതി: മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. പുതിയ വരികൾ വിദ്യാസാഗറിനും ഒരുപാട് ഇഷ്ടമായി. അദ്ദേഹം വളരെ ഭംഗിയായി അത് ചിട്ടപ്പെടുത്തി. അങ്ങനെയാണ് മലയാളി എക്കാലത്തും ഓർത്തിരിക്കുന്ന ഒരു മനോഹര ഗാനം പിറന്നത്. അറിയാതെ ഞാൻ എൻ്റെ പ്രണയത്തെ വീണ്ടുമെൻ നെഞ്ചോടുതുക്കി കിടന്നിരുന്നു, കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലെ കവിളോടൊരുമ്മി കിതച്ചിരുന്നു, പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന്. പാട്ടുവഴിയിൽ കാണാം ഇനി നാളെ.